അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും എഴുതിയിട്ടില്ല, നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങാം. ഓക്കെ, ഒരു പെട്ടിയിൽ ഒരു ബോക്സിൽ, ഇതൊരു ബോക്സാണ്, ഒരു പെട്ടിയിൽ ഒരു ബോക്സിൽ 30 പന്തുണ്ട്. മൊത്തം 30 ബോളുണ്ട്, 30 പന്തുണ്ട്. അതാണ് ചോദ്യം. ഒരു പെട്ടിയിൽ 30 പന്തുണ്ട്. അതിനകത്ത് വെളുത്ത പന്തുണ്ട്, ചുവന്ന പന്തുണ്ട്, നീലപ്പന്തുണ്ട് അല്ലേ? വെളുത്ത പന്തുണ്ട്, ചുവന്ന പന്തുണ്ട്, നീലപ്പന്തുണ്ട്. ഇതിനകത്ത് വെള്ളപ്പന്ത് മാത്രം തന്നക്കുക. എത്രയാണ്? 7 എണ്ണം. വെള്ളപ്പന്ത് 7 എണ്ണം തന്നിട്ടുണ്ട്, ചുവന്ന പന്തോ നീലപ്പന്തോ തന്നിട്ടില്ല. ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഒരു പന്ത് എടുത്താൽ ചുവപ്പാകാനുള്ള സാധ്യത, അതായത് പി ഓഫ് റെഡ്, ചുവപ്പ്, പി ഓഫ് ചുവപ്പ്. ഒരു പന്ത് എടുത്താൽ ചുവപ്പാവാനുള്ള സാധ്യത 3/10. ഒരു ബോൾ എടുത്താൽ അത് റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 3/10. എന്നിട്ട് ചോദ്യം പറഞ്ഞിരിക്കുകയാണ് ഒന്ന്, എത്ര ചുവന്ന പന്തുണ്ട്? ഹൗ മെനി റെഡ് ബോൾസ്? ഹൗ മെനി റെഡ് ബോൾസ്? എത്ര ചുവന്ന പന്തുണ്ട്? ഒന്നാമത്തെ. രണ്ടാമത്തത്, നീലപ്പന്ത് കിട്ടാനുള്ള സാധ്യത എന്ത്? ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് എ ബ്ലൂ ബോൾ. നീലപ്പന്ത് കിട്ടാനുള്ള സാധ്യത എന്ത്? ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ എഴുതാതെ പറയുന്നത്, ആ ക്വസ്റ്റ്യൻ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതോടെ എളുപ്പമായിരിക്കും. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. 3 ബോൾ എടുത്ത് മാറ്റിയാൽ, അത് മലയാളത്തിൽ എഴുതാം നമുക്ക്. 3 ബോൾ എടുത്ത് മാറ്റാം. 3 റെഡ് ബോൾ കേട്ടോ. 3 റെഡ് ബോൾ എടുത്ത് മാറ്റിയാൽ, 3 റെഡ് ബോൾ എടുത്തു മാറ്റിയാൽ പിന്നെന്താണ് പറയുന്നത്? ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത എന്ത്? ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സാധ്യത എന്ത്? ഇഫ് 3 റെഡ് ബോൾസ് ആർ ഡ്രോൺ അല്ലെങ്കിൽ റിമൂവ്, ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ. ഇതാണ് ചോദ്യം. അപ്പോൾ ഒരു ബോക്സിൽ ആകെ 30 ബോളുണ്ട് അല്ലേ? ടോട്ടൽ ബോൾ 30 അതിനകത്ത് വൈറ്റ് ബോൾ 7 ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വൈറ്റ് ബോൾ കിട്ടാനുള്ള സാധ്യത ഞാൻ പറയാം. അത് ചോദിച്ചിട്ടില്ല, പക്ഷെ ഞാൻ പറയാം. പി ഓഫ് വൈറ്റ് ബോൾ കിട്ടാനുള്ള സാധ്യത, ആകെ 30 ബോളാണുള്ളത്. അതിനകത്ത് വെള്ളപ്പന്ത് കിട്ടാനുള്ള സാധ്യത, വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി 7 വൈറ്റ് ബോളാണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് 7/30. ഓക്കെ, അതൊക്കെയാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പിന്നെ പറഞ്ഞിട്ടുണ്ട് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ അത് 3/10. അവിടെ പണി കിട്ടി. ഇവിടെ 7/30 എന്ന് എഴുതിയിട്ട് ഇവിടെ 3/10 എഴുതിക്കണം. ഇവിടെ 10 ബോളല്ലേ ഉള്ളൂ, 30 ബോൾ വേണ്ടേ മൊത്തം. അപ്പോൾ ഈ 10നെ 30 ആക്കാൻ എന്ത് ചെയ്യണം? ഈ 10നെ 30 ആക്കാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 30 അല്ലേ? 10നെ 30 ആക്കാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്രയാണ്? 9. ഇപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടി? വൈറ്റ് ബോൾ 7 ഉണ്ട്, റെഡ് ബോൾ 9 ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ പറയാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദി ഹൗ മെനി റെഡ് ബോൾസ്? എത്ര റെഡ് ബോൾ ഉണ്ട്? റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത 3/10 ആയിരുന്നു. ഞാനത് 30 ബോളിലാണ് 30 ആക്കിയപ്പോൾ 9/30. അപ്പോൾ റെഡ് ബോൾ 30-ൽ 9 എണ്ണം ഉണ്ട്. റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത, റെഡ് ബോൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 9 എണ്ണം. അതൊക്കെ. 2, ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ ബോൾ. ഒരു ബോൾ എടുത്താൽ നീലയാവാനുള്ള സാധ്യത, ബ്ലൂ ബോൾ ആവാനുള്ള സാധ്യത. അതിന് ബ്ലൂ ബോൾ എത്ര ഉണ്ടെന്ന് നമുക്ക് വല്ലതും അറിയാമോ? വൈറ്റ് ബോൾ 7 എണ്ണം, റെഡ് ബോൾ 8 എണ്ണം. അപ്പോൾ മൊത്തം എത്രയായി? 9, 7, 16 എണ്ണമായി. മൊത്തം 30 ബോളല്ലേ? അപ്പോൾ 16 ബോൾ ഇവിടെ ഉണ്ട്. കുറച്ച് എത്രയാണ്? 14. ബ്ലൂ ബോൾ 14. ബ്ലൂ ബോൾ കിട്ടാനുള്ള സാധ്യതയാണ്. ബ്ലൂ ബോൾ 14 കിട്ടാനുള്ള സാധ്യത എന്താണ്? ആകെ ബോൾ 30. ബ്ലൂ ബോൾ കിട്ടാനുള്ള സാധ്യത 30. മനസ്സിലായല്ലോ? യെസ്. അടുത്തെന്താണ്? അടുത്തത് 3 ചുവന്ന പന്ത് മാറ്റുവാണ്. 9 റെഡ് ബോൾ ഉണ്ടായിരുന്നായിരുന്നു, 3 എണ്ണം മാറ്റി, ബാക്കി 6 എണ്ണം ഉള്ളൂ. അപ്പം മൊത്തം 30 ബോളല്ലേ ഉണ്ടായിരുന്നേ? അതിനകത്ത് നല്ല 3 എണ്ണം മാറ്റുന്നേ. അപ്പോൾ 27, ആകെ ബോൾ 27. 3 ചുവന്ന ബോൾ മാറ്റിയപ്പോൾ ബാക്കി ചുവന്ന ബോൾ 6 എണ്ണം.
യെസ്. ഇനി എന്ത് ചെയ്യണേ? ഇനി 3 ചുവന്ന ബോൾ മാറ്റിയാൽ പിന്നെ ചുവന്ന ബോൾ കിട്ടാനുള്ള സാധ്യത. 3 ചുവന്ന ബോൾ മാറ്റിയാൽ 9 ചുവന്ന ബോൾ ഉണ്ടായിരുന്ന അതിനകത്ത് ഇതിൻ്റെ 6 ചുവന്ന ബോളേ ഉള്ളൂ. മൊത്തം 30 ബോൾ ഉണ്ടായിരുന്നു. അതിനകത്ത് 3 ചുവന്ന ബോൾ മാറ്റിയാൽ പിന്നെ 27 ബോളല്ലേ ടോട്ടലുള്ളൂ. 27. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി. ഇത് വരാൻ നല്ല സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്ന കാരണം ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് നല്ലൊരു സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇതിൻ്റെ വേറെ മോഡലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു ചോദ്യം? 30 ബോൾ ഉണ്ടെന്ന് പറഞ്ഞു. 30 ബോളുണ്ട്. അടുത്ത് വൈറ്റ് ബോൾ 7 പറഞ്ഞു. വൈറ്റ് ബോൾ 7. വൈറ്റ് ബോൾ കിട്ടാനുള്ള സാധ്യത 7/30. റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് 3/10. അപ്പോൾ റെഡ് ബോൾ ഒരിക്കലും 3 അല്ല. കാരണം എന്താണ്? 30 ബോളല്ലേ ഉള്ളേ. ഇവിടെ 3/10 എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. 3/30 എന്ന് പറഞ്ഞാൽ ശരിയാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 10ന് 30 ആക്കാൻ മുകളിൽ താഴെ ഗുണിച്ചു. അപ്പോൾ 9/30. അപ്പോൾ റെഡ് ബോൾ 9 എണ്ണം ഉണ്ട്. യെസ്. അപ്പോൾ 7 വൈറ്റ് ബോളുണ്ട്, 9 റെഡ് ബോളുണ്ട്, മൊത്തം 16 ബോളുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ബ്ലൂ അല്ലേ? അപ്പോൾ 14 ബ്ലൂ ബോളുണ്ട്. അപ്പോൾ 7 വൈറ്റ്, റെഡ് 9, ബ്ലൂ 14. ഇനി എന്ത് ഉത്തരം എഴുതാം? റെഡ് ബോൾ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട്. ബ്ലൂ ബോളിൻ്റെ കിട്ടാനുള്ള സാധ്യത എന്ത്? 14 ബ്ലൂ ബോളാണുള്ളത്, ആകെ 30 ആണുള്ളത്. 14/30. ഇനി 3 റെഡ് ബോൾ മാറ്റിയാൽ റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത. 3 റെഡ് ബോൾ മാറ്റിയാൽ ആകെ 9 റെഡ് ബോളേ. 3 റെഡ് ബോൾ മാറ്റുമ്പോൾ 6 റെഡ് ബോളേ ഉള്ളൂ. മൊത്തം ബോൾ ചെയ്ത് 30 എണ്ണത്തിൽ നിന്ന് ആണ് 3 എണ്ണം മാറ്റിയത്. പിന്നെ 27 ബോളേ മൊത്തം ഉള്ളൂ. അപ്പോൾ 26/7 എന്ത്? പിന്നെ ബ്ലൂ ബോൾ കിട്ടാനുള്ള റെഡ് ബോൾ കിട്ടാനുള്ള 3 ബോൾ മാറ്റിയ റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ട് എഴുതിയിട്ടില്ല, ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇതൊരു പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. അതായത് ഇത് ബാഹ്യകോണാണ്, ഔട്ടർ ആംഗിളാണ്. ഈ ഔട്ടർ ആംഗിളും അതിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഇന്നർ ആംഗിൾ, അതിന് നേരെ എതിർവശത്ത് കിടക്കുന്ന ആന്തരകോണും തുല്യമാണെന്ന് തെളിയിക്കണം. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മൾ എന്താണ് ടു പ്രൂവ് നമ്മൾ പ്രൂവ് ചെയ്യണം. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇതിനൊരു പേരെ കൊടുക്കാം. ഇതിന് എം എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ആംഗിള് എം സി ബി എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? എം സി ബി എന്ന് പറയുന്ന ആംഗിള് BADക്ക് തുല്യമാവണം. ആംഗിൾ BADക്ക് തുല്യമാവണം. അതാണ് ചോദ്യം. നമുക്കിത് പ്രൂവ് ചെയ്യാം. നമുക്കറിയാം ഈ ആംഗിളും കൂടെ ആഡ് ചെയ്ത് എത്രയാണ്? അതായത് ആംഗിള് MCBയും ആംഗിള് BCDയും കൂടെ ആഡ് ചെയ്ത് എത്രയാണ് കിട്ടുന്നത്? 180. കാരണം എന്താണ്? രേഖീയ ജോഡികൾ അല്ലേ? രേഖീയ ജോഡികൾ, ലീനിയർ പെയർ. യെസ്. ഒരു ഇക്വേഷൻ ആയിക്കോട്ടെ. ഇതും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? അതായത് ആംഗിൾ BCD ഞാൻ എഴുതും. ആംഗിൾ BCDയും ആംഗിൾ BADയും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? അപ്പോഴും 180 കിട്ടും. ഇതും കൂടെ ആഡ് ചെയ്താൽ 180 കിട്ടും. കാരണം എന്താണ്? അത് ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർകോണുകളാണ്. ആണോ? ഇതും കൂടെ ആഡ് ചെയ്താൽ 180 കിട്ടും. ശരിയല്ലേ? കാരണം ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർകോണുകളാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററലി സപ്ലിമെൻ്ററി എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ഇതും കൂടെ കൂട്ടിയാൽ 180, ഇതും കൂടെ കൂട്ടിയാൽ 180. ഞാൻ എഴുതാൻ പോണ ആംഗിൾ MCBയും ആംഗിൾ BCDയും കൂടെ കൂട്ടിയാൽ 180 കിട്ടും. അതുപോലെ ആംഗിൾ BADയും ആംഗിൾ BCDയും കൂടെ കൂട്ടിയാൽ 180 കിട്ടും. ഈ BCD ഈക്വലായിട്ട് വെട്ടിക്കളയാലോ. ഇപ്പം എന്ത് കിട്ടി? ആംഗിൾ MCB എന്ന് പറയുന്നത് ആംഗിൾ BADക്ക് തുല്യമാണ്. അതല്ലേ പ്രൂവ് ചെയ്യണ്ടേ? നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? യെസ്. മനസ്സിലായില്ലേ? അതായത് ഈ ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180, ഈ ആംഗിളും കൂടെ 180. അപ്പോൾ ഇതും ആഡ് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും ഈക്വലാണെന്ന് എഴുതി. കണ്ടോ? അവിടെ രണ്ടിലും BCD ഉള്ളാണെന്നത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ MCB ഈക്വൽസ് BAD എന്ന് കിട്ടി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ്. ഒരുവിധം എളുപ്പമുള്ള ക്വസ്റ്റ്യനാണെന്ന് നമുക്ക് പറയാം. നമുക്ക് മറ്റൊരു പ്രോബ്ലം ചെയ്യാം. കുറച്ച് നേരം മതി ഇത്തരം പ്രോബ്ലം ചെയ്യാൻ, ഒരുപാട് നേരമൊന്നും നമുക്ക് വേണ്ട. അടുത്ത പ്രോബ്ലം ചെയ്യാം. ഒരു പെട്ടിയിൽ 20 സ്ലിപ്പുണ്ട്. നമുക്ക് പലതരം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 20 സ്ലിപ്പുണ്ട്. ഒരു സ്ലിപ്പ് എടുക്കുവാണ്, അത് പ്രൈം നമ്പർ ആവാനുള്ള സാധ്യത എന്താണ്? ഒരു സ്ലിപ്പ് എടുക്കുവാണ് എങ്കിൽ അത് ഈവൻ നമ്പർ ആവാനുള്ള സാധ്യത എന്താണ്? ഒരു സ്ലിപ്പ് എടുക്കുവാണ് അത് ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത എന്താണ്? ഇതൊക്കെ നമുക്കറിയാം. അതൊന്നും ഞാൻ പഠിപ്പിക്കുന്നില്ല. ഒരു വ്യത്യാസമുള്ള ഒരു കാര്യം മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇതിനകത്ത് നിന്ന് ഒരു സ്ലിപ്പ് എടുത്താൽ
അത് 4-ൻ്റെയോ 6-ൻ്റെയോ മൾട്ടിപ്പിൾ, 4-ൻ്റെയോ 6-ൻ്റെയോ ഗുണിതം, 4-ൻ്റെയോ 6-ൻ്റെയോ ഗുണിതമാകാനുള്ള ചാൻസ് എന്താണ്? 4-ൻ്റെയോ 6-ൻ്റെയോ മൾട്ടിപ്പിൾ ആകാനുള്ള ചാൻസ് എന്താണ്? അപ്പോൾ 1 മുതൽ 20 വരെ എഴുതിക്കുന്ന സ്ലിപ്പല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 ഇങ്ങനെ എഴുതണ്ട, ഞാൻ ചുമ്മാ എഴുതിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് മൾട്ടിപ്പിൾ ആവാനുള്ള സാധ്യത ആകെ 20 സ്ലിപ്പ്. ഓക്കെ, 4-ൻ്റെ 6-ൻ്റെ മൾട്ടിപ്പിൾ എഴുതണം. അപ്പോൾ 4-ൻ്റെ മൾട്ടിപ്പിൾ എന്താണ്? 4 ഉണ്ട്, 8 ഉണ്ട് അല്ലേ? 20 സ്ലിപ്പല്ലേ ഉള്ളേ? 4 ഉണ്ട്, 8 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്, പിന്നെന്താ ഉള്ളത്? 4-ൻ്റെ മൾട്ടിപ്പിൾ 12 ഉണ്ട് അല്ലേ? 16 ഉണ്ട്, പിന്നെ 20 ഉണ്ട്. ഇതൊക്കെ 4-ൻ്റെ മൾട്ടിപ്പിളാണ്. ഇതിനകത്ത് 6-ൻ്റെ മൾട്ടിപ്പിളും കൂടി ആവണം. 6-ൻ്റെ ആവണം, 4-ൻ്റെ ആവണം. 6-ൻ്റെ മൾട്ടിപ്പിൾ ഇതിനകത്ത് ഏതാ ഉള്ളത് പിള്ളേരെ? 4 6-ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 8 6-ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 12 6-ൻ്റെ മൾട്ടിപ്പിളാണ്. ആ ഒരെണ്ണം ഉണ്ട്, 12 6-ൻ്റെ മൾട്ടിപ്പിളാണ്. പിന്നെ വേറെ ഏതെങ്കിലും 6-ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ടോ? ഇതേ 18 6-ൻ്റെ മൾട്ടിപ്പിളാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അത് 4-ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 4-ൻ്റെയും 6-ൻ്റെയും മൾട്ടിപ്പിൾ ആവണമെന്ന് പറയുന്നത്. അപ്പോൾ 4-ൻ്റെ മൾട്ടിപ്പിൾ 4 8, 4 8 12 16 20 എഴുതി. ഇനി 6-ൻ്റെ മൾട്ടിപ്പിളും വന്നം. 6-ൻ്റെ മൾട്ടിപ്പിൾ എഴുതിയിട്ട് കാര്യമില്ല, കാരണം എന്താണ്? ഇത് 4-ൻ്റെ ആവണം, 6-ൻ്റെ ആവണം. അപ്പം 4-ൻ്റെ മൾട്ടിപ്പിൾ 6-ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഉണ്ട്, 12 മാത്രമേ ഉള്ളൂ പിള്ളേരെ. അപ്പോൾ ഒരെണ്ണം ഉള്ളൂ. അപ്പോൾ 20-ൽ 1 6-ൻ്റെയും 4-ൻ്റെയും ഗുണിതം, 6-ൻ്റെയും 4-ൻ്റെയും ഗുണിതം വരെയാണല്ലോ. ഒരു സ്ലിപ്പ് എടുത്താൽ ഒന്നല്ലേ 6-ൻ്റെ അല്ലെങ്കിൽ 4-ൻ്റെ എന്നല്ല, 6-ൻ്റെയും 4-ൻ്റെയും ഗുണിതമായിരിക്കും. ഒന്നല്ലെങ്കിൽ 4, ഒന്നല്ലെങ്കിൽ 6, അതല്ല, 6-ൻ്റെയും 4-ൻ്റെയും ഗുണിതമാണ്, മൾട്ടിപ്പിളാണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമുക്കതും ഓക്കെ ആയി. ഇനി നമുക്ക് വേറെ കുറച്ചും കൂടെ നമുക്ക് പ്രൂവ് ചെയ്യാം. വേറൊരു ദൈവയുടെ തരം എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു ചതുർഭുജമാണ്, അത് ക്വാഡ്രാറ്ററാണ്. ഇത് 100, ഇത് 90ആണ്. ഇങ്ങനെ ഇട്ടാൽ 90ആണ്, ഇത് 90ആണ്, 95ആണ്. ആദ്യത്തെ ചോദ്യം, ആംഗിൾ ഡി എത്രയാണ്? നമുക്കറിയാം, ഒരു ചതുർഭുജത്തിൻ്റെ ഒരു ക്വാഡ്രാറ്ററിൻ്റെ എല്ലാ ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ 360 കിട്ടണം. അപ്പം 360 നമുക്ക് എന്തൊക്കെ കൂട്ടിയിട്ട് കുറയ്ക്കാം? 95ഉം ഈ 100ഉം ഈ 90ഉം കൂടെ കൂട്ടിയിട്ട് കുറച്ച് നോക്കാം. 360 മൈനസ് 100ഉം 90ഉം 190, 190ഉം 95ഉം 285 അല്ലേ? ശരിയല്ലേ? 190ഉം 90ഉം 280 285. 360ൽ നിന്ന് 285 കുറയ്ക്കാം. 10 5 5, 15 ഇപ്പോൾ 75. അപ്പോൾ ഇത് 75. ആൻസർ കിട്ടി. യെസ്. ഇനി എന്താണ് ചോദ്യം? ഇത് ഞാൻ ഇങ്ങനെ ഒരു സർക്കിൾ സർക്കിളായിട്ട് ഡയമീറ്റർ ഇങ്ങനെ വരച്ചു. ഈ 75 എന്ന് പറയുന്ന ആംഗിൾ അകത്തോ പുറത്തോ, വൃത്തത്തിനകത്തോ പുറത്തോ? നമുക്കറിയാം ആംഗിൾ സി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആണെങ്കിൽ വൃത്തത്തിലായിരിക്കും. ഇതിങ്ങനെ 90 ഡിഗ്രി ആണെങ്കിൽ ഇത് വൃത്തത്തിലായിരിക്കും. പക്ഷേ ഇത് അകത്തോ പുറത്തോ എന്ന് പറയണം. അകത്തോ പുറത്തോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്തോളുക, ഇങ്ങനെയാണ് ഡയമീറ്റർ വരച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് ഡയമീറ്റർ വരച്ചിട്ടുണ്ടെങ്കിൽ ഒരാംഗിൾ ഇവിടെയാണ്, ഒരാംഗിൾ ഇവിടെയാണ് അല്ലേ? ഈ 2 ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടുമെന്ന് നോക്കാം. 100ഉം കൂട്ടി 75ഉം കൂട്ടി, അപ്പോൾ 175 കിട്ടിയുള്ളൂ. 180 കിട്ടിയില്ലെങ്കിൽ ഇത് പുറത്താണ്, ഇത് പുറത്താണ്. 180 കിട്ടിയില്ലെങ്കിൽ, 180 കിട്ടണം, 175 കിട്ടിയുള്ളൂ, 180 കിട്ടാത്തത് കൊണ്ട് ഇത് പുറത്താണ്. 180ന് മുകളിലാണ് കിട്ടുന്നതെങ്കിലോ അത് അകത്തായിരിക്കും. അങ്ങനെ ഇങ്ങനെ വരച്ചാൽ എന്തായിരിക്കും? ഇങ്ങനെ വരച്ചാൽ ഇത് 90, ഇത് 95. അപ്പോൾ ഇത് എവിടെയാണെന്നാണ്? ഇതായാലും വൃത്തത്തിലായിരിക്കും. 185, 85ന് മുകളിൽ പോയി. അപ്പോൾ ഇത് അകത്താണ്. മനസ്സിലായില്ലേ? അകത്താണോ പുറത്താണോ ചോദിക്കുമ്പോൾ ഓപ്പോസിറ്റ് അങ്ങോട്ട് ആഡ് ചെയ്ത് നോക്കുക. 180 താഴെയാണെങ്കിൽ പുറത്താണ്, 180 മുകളിലാണെങ്കിൽ അകത്താണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ അത് നമുക്ക് ഓക്കെ, അത് നമുക്ക് ഓക്കെ. ഇനി വേറൊരു സാധനം നമുക്ക് നോക്കാം. ഒരു പ്രൂവ് ചെയ്യാനാണ്. അതിന് മുമ്പ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് വേറൊരെണ്ണം നോക്കാം. എളുപ്പമുള്ളതൊക്കെ ആദ്യം നോക്കിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നടക്കും. ഇതൊരു സർക്കിളാണ്.
ഇത് ഡയമീറ്ററാണ് തന്നിട്ടുണ്ട്, ഇത് ഡയമീറ്ററാണ്. ഇതിന് പാരലായിട്ടാണ് വരച്ചിരിക്കുന്നത്, അങ്ങനെ വരച്ചിട്ടുണ്ട്. എ ബി സി ഡി ഇത് പാരലാണ് വരച്ചിരിക്കുന്നത്. ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററാണ്, ചക്രീയ ത്രിഭുജമാണ്. എന്നിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചിട്ട് നമ്മളോട് ചോദിച്ചേക്കുവാണ് ഇത് 35 എങ്കിൽ മറ്റെല്ലാ ആംഗിൾസും കാണണം, അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ ഇതെന്താണെന്നും ചോദിക്കാം, ഈ ആംഗിൾ എത്രയാണെന്നും ചോദിക്കാം, എന്ത് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. യെസ്, പെട്ടെന്ന് നമുക്ക് കണക്കാക്കാം. ഇതൊരു ഡയമീറ്റർ അല്ലേ, എ ബി ഡയമീറ്റർ അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും, ആംഗിൾ എ ഡി ബി എന്തായിരിക്കും, അത് 90 ആയിരിക്കും. ഒരു സംശയമൊന്നും വേണ്ട, 90 ആയിരിക്കും. ഇത് 90 ഓക്കെ, അത് 90 അപ്പോൾ ഇത് എത്രയായിരിക്കും, ആംഗിൾ ബി, ആംഗിൾ എ ബി ഡി. ഒരു ട്രയാങ്കിൾ ആംഗിൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണ്ടേ. അപ്പോൾ ആംഗിൾ എ ബി ഡി കാണണമെങ്കിൽ നമുക്കറിയാം 180 നിന്ന് 90 35 കൂടെ കൂട്ടിയിട്ട് കുറച്ചാൽ മതി, 125 കുറച്ചാൽ മതി അല്ലേ. അപ്പം എന്ത് കിട്ടും, 125 കുറച്ചാൽ എത്തും 55 അല്ലേ, 55. അപ്പോൾ നമുക്കിത് 55 കിട്ടി, ഇത് 55, ഇത് 55 കിട്ടി. അപ്പോൾ ഓക്കെ അല്ലേ, 55 35 90 അല്ലേ, 90 150 ഓക്കെ. അങ്ങനെ ഇതെന്തായിരിക്കും, ഇതൊരു ചക്രീയ ചതുർഭുജമാണ് അല്ലേ, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആണെങ്കിൽ ഈ ആംഗിള് എ സി ഡി ആണ് നമ്മൾ എന്ത് ചെയ്യണ്ടേ, ആംഗിൾ എ സി ഡി ആണ്. ആംഗിൾ എ സി ഡി ആണെങ്കിൽ ഇതും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടണം, 180 അല്ലേ, സൈക്ലിക് ക്വാഡ്രിലാറ്റർ അല്ലേ. അപ്പോൾ 180 നിന്ന് 55 കുറച്ചാൽ പോരെ, 180 നിന്ന് 55 കുറച്ചാൽ എത്രയാണ്, 180 നിന്ന് 25 കുറച്ചപ്പോഴാണ് അത് കിട്ടിയല്ലേ. അപ്പം 180 55 കുറച്ചാൽ 125, അതൊക്കെ ആയില്ലേ, അതൊക്കെ. ഇനി ഇത് 35, ഇത് രണ്ടും പാരലൽ ലൈൻസ് അല്ലേ. ഇത് 35 ആണെങ്കിൽ ഇത് ഏകാന്തര കോണുകൾ, ഓൾട്ടറേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ ആയതുകൊണ്ട് ഇത് 35 ആയിരിക്കില്ലേ. അങ്ങനെ ഈ ആംഗിൾ എത്രയായിരിക്കും, ആംഗിൾ ബി എ സി. ആംഗിൾ ബി എ സി ആണെങ്കിൽ ഇതും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടണ്ടേ, 125 35 160, 180 കിട്ടണമെങ്കിൽ ഇത് 20. സിമ്പിളാണ്, ഇത് വരാൻ സാധ്യത ഉള്ളതാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് സിമ്പിളായിട്ടത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് രണ്ടാമത് ഒന്നുകൂടെ കണ്ടു നോക്കിയാൽ ഒന്നുകൂടെ മനസ്സിലാവും കേട്ടോ. ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, 1-2 പ്രോബ്ലംസ് കൂടെ ഉണ്ടേ. നിങ്ങൾക്കാണെങ്കിൽ ഒരുപാട് ടൈം ഉണ്ടാവില്ല അതിന് പരീക്ഷയ്ക്ക്, അതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് വേറൊരെണ്ണം പ്രൂവ് ചെയ്യാം. ടി വിക്ക് വെച്ചിട്ടായിരുന്നു അതൊരെണ്ണം പ്രൂവ് ചെയ്യാനുള്ളതാണ്. ഇതൊരു സെമി സർക്കിളാണ് ഞാൻ വരച്ചേക്കണത്, ഇതൊരു സെമി സർക്കിളാണ്. ഇതിൻ്റെ സെൻറ്റർ ഇത് പിടിച്ചിട്ട് ഇവിടെ നിന്നൊരു സെമി സർക്കിൾ വരച്ചേക്കുവാണ്. എന്നിട്ട് ഇവിടെ നിന്നൊരു ലൈൻ കൊടുത്തേക്കുവാണ്. ഇതിൻ്റെ പേരൊക്കെ കൊടുക്കാം, എ സി. ഇനി നമുക്ക് ബിയിൽ നിന്ന് എടുക്കാം, അടിയിൽ നിന്ന് എടുക്കാം. ഓക്കെ, നമ്മുടെ ചോദ്യം ഇതാണ്, ഈ ആർക്ക് ഈ എ സിയെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഈ ആർക്ക് ഈ എ സിയെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് ഈ കഷ്ണം തുല്യമാണെന്ന് തെളിയിക്കുക എന്നാണ്, പ്രൂവ് ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്കതിന് ഒരു കാര്യം ചെയ്യാം, ഇതിന് പാരലായിട്ട് 2 ലൈൻസ് വരയ്ക്കാം. ഇതിനെ M എന്ന് കൊടുക്കാം. ഇത് 2 പാരലൽ ലൈൻസ് വരച്ചു. അപ്പോൾ പണ്ട് 9 പഠിച്ചിട്ടുണ്ട്, ഒരു ട്രയാങ്കിൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അല്ലേ, 2 പാരലൽ ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ അല്ലേ, ഇത് ഈ കഷ്ണം ഈ കഷ്ണം ഈക്വൽസ് ഈ കഷ്ണം അങ്ങനെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ഇതെന്താണ്, ആംഗിൾ സി, ആംഗിൾ എ സി എം, അത് 90 അല്ലേ. കാരണം എന്താണ്, അർദ്ധവൃത്തത്തിലെ കോൺ, ഇത് സെമി സർക്കിളിലെ ആംഗിൾ ആകുമ്പോൾ 90 ആണ്. അപ്പോൾ ഇതെന്താണ്, ഇതും 90 ആണ്. അപ്പോൾ രണ്ടും 90 ആണല്ലേ, രണ്ടും 90 ആണ്. അപ്പോൾ ഇത് രണ്ടും 90 ആയ സ്ഥിതിക്ക് രണ്ടും പാരലായിരിക്കുമല്ലോ. യെസ്, അതെ. അങ്ങനെ നമുക്കെന്ന് പറയാം, AD ബൈ ഡി എം, AD ഈസ് ടു ഡി എം,
എന്ന് എഴുതാം. എ ഡി ഇഷ്ടു ഡി എം എന്ന് പറയുന്നത് എ ബി ഇഷ്ടു ബി സി ആയിരിക്കും. എ ബി ഇഷ്ടു ബി സി ആയിരിക്കും. അല്ലെങ്കിൽ എ ഡി ബൈ ഡി എം ഈക്വൽസ് എ ബി ബൈ ബി സി, അങ്ങനെയും പഠിച്ചിട്ടുണ്ട് നമ്മളല്ലേ. എ ഡി ബൈ ഡി എം ഈക്വൽസ് എ ബി ബൈ ബി സി, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഈസ്റ്റു പറയാമാണെങ്കിൽ എ ഡി ഈസ്റ്റു ഡി എം എന്ന് പറയുന്നത് എ ബി ഈസ്റ്റു ബി സി എന്ന് പറയാം. യെസ്, അത് പറയാം. ഇത് ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററാണ്, അതിൻ്റെ കൃത്യ സെൻറ്ററാണ് ഡി, അത് പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ ഈ ആംഗിളും ഈ സൈഡും 1:1 രണ്ട് ഈക്വൽ ആയിരിക്കില്ലേ. അപ്പോൾ എ ഡി ഈസ്റ്റു ഡി എം എന്താണ്? 1:1 ആണ്. അത് എ ബി ഈസ്റ്റു ബി സിക്ക് ഈക്വൽ അല്ലേ. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടേ? ഇതും ഈക്വലാണ് എന്ന് പ്രൂവ് ചെയ്യണം. ശരിയല്ലേ? എ ബി ഈസ്റ്റു ബി സി 1:1 ആണെങ്കിൽ എ ബി 1 ആണ്, ബി സി 1 ആണ്. പ്രൂവായില്ലേ? നമുക്കെന്ന് പറയാം എ ബി ഈസ്റ്റു ബേബി ഈക്വൽസ് ബി സി എന്ന് പറയും. വളരെ സിമ്പിളാണിത്. 1-2 വർഷം കണ്ടു നോക്കുക കേട്ടോ, അതിനുള്ള സമയമുണ്ട്. കാരണം ആകെ ഈ വീഡിയോ അരമണിക്കൂർ പോലും ഇല്ല. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ചെയ്യാവുന്ന കേസുള്ളൂ. ഒന്നുകൂടെ പറയാം വേണമെങ്കിൽ, ഇതൊരു സെമി സർക്കിളാണ്, ഇതൊരു സെമി സർക്കിളാണ്. ഈ സെമി സർക്കിളിൻ്റെ ഒരു സർക്കിളാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടാണ് ഇത് തുടങ്ങിയേക്കുന്നത്. എ സിയെ ഇത് ബൈസെക്റ്റ് ചെയ്യുന്നു പ്രൂവ് ചെയ്യണം. അതായത് എ സിയെ തുല്യമായിട്ട് ഭാഗിക്കുന്നു. അതിന് നമ്മൾ എന്തെന്ന് പറഞ്ഞു, ഇങ്ങനെ 2 പാരലൈൻസ് വരച്ചിട്ട് ഇത് 90 ഇത് 90. ഓക്കെ, രണ്ടും 90 രണ്ടും പാരലാണ്, അങ്ങനെയാണ് പാരലാണെന്ന് പ്രൂവ് ചെയ്തേ, സമാന്തരമാണെന്ന് പ്രൂവ് ചെയ്തേ. അപ്പം നമുക്ക് ഇത് രണ്ടും 90 നമുക്ക് ഇന്ന് എഴുതാം. എ സി എം 90, എ ബി ഡി 90. അപ്പോൾ നമുക്കെന്ന് പറയാം, അതുകൊണ്ട് എം സി എന്ന് പറയുന്നത് ബി ഡിക്ക് പാരലാണ്. ബി ഡിക്ക് പാരലായതുകൊണ്ടാണ് എ ഡി ഈസ്റ്റു ഡി എം എന്ന് പറയുന്നത് എ ബി ഈസ്റ്റു ബി സി എന്ന് പറയുന്നത്. അത് എ ഡിയും ഡി എമ്മും ഈക്വൽ ആയതുകൊണ്ട് എ ബിയും ബി സി ഈക്വലാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഇനി നമുക്കിനി അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് കിടക്കാം. പ്രോബ്ലം ഉണ്ടോ നോക്കട്ടെ. ഇനി ഉണ്ടാവേണ്ടതാണ്. സ്ലിപ്പിൻ്റെ പ്രോബ്ലമൊക്കെ ചെയ്തല്ലേ നമ്മൾ. യെസ്, അതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു ചെയ്യാവുന്ന ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരം, ഒരു ചതുരം. ആ ചതുരത്തിൻ്റെ ഒരു വശം, ഒരു സൈഡ് തന്നിട്ടുണ്ട്. ആ സൈഡിനേക്കാൾ 14 സെൻറ്റിമീറ്റർ കൂടുതലാണ് മറ്റേ സൈഡ്. അപ്പോൾ ഒരു സൈഡ് എക്സ് ആണെന്ന് കരുതി, അതിനേക്കാൾ 14 സെൻറ്റിമീറ്റർ കൂടുതലാണ് മറ്റേ സൈഡ്. ഓക്കെ, ഇതിൻ്റെ വികർണം, ഇതിൻ്റെ ഡയഗണൽ 26 എങ്കിൽ വശങ്ങൾ കാണുക. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. ഇത് പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്കറിയാം. എന്തറിയാം? ഇതിൻ്റെ ഹൈറ്റാണ്, ഓൾട്ടിറ്റ്യൂഡ്, ഹൈറ്റിൻ്റെ സ്ക്വയർ, ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ എന്ന് പറയുന്നത് കർണം സ്ക്വയറാണ്. ബേസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ഈക്വൽസ് എന്ത് സ്ക്വയറാണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറാണ്, നമുക്കറിയാം. അപ്പോൾ എക്സ് സ്ക്വയർ എഴുതുക, പ്ലസ് എക്സ് പ്ലസ് 14 ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab, 2 × x × 14 28x പ്ലസ് ബി സ്ക്വയർ, 14 സ്ക്വയർ എന്ന് പറയുന്നത് 196 ഈക്വൽസ് 26 സ്ക്വയർ എന്ന് പറയുന്നത് 676. ഞാൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് എളുപ്പത്തിന്, 676. ഓക്കെ, അപ്പോൾ എക്സും എക്സ്ക്കും 2x സ്ക്വയർ പ്ലസ് 28x അവിടെ നിൽക്കട്ടെ. ഈ 196 നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടാം, -196. അപ്പോൾ 2x സ്ക്വയർ പ്ലസ് 28x ഈക്വൽസ് 676 196 പോകണം, 676 196 പോകണം. 6 × 6 0, 7 പോവില്ല, 1 എടുത്തു. 10 × 9 പോയ 16 ഉള്ളൂ. 17 × 9 പോയ 8. ഇവിടെ 5 ഉള്ളു, 5 × 1 480. നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 14x ഈക്വൽസ് 240. ഇപ്പം അങ്ങനെ കിട്ടി. ഇനി പകുതിയുടെ സ്ക്വയർ കൂട്ടാം. പകുതിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 7
7 പകുതി, അതിൻ്റെ സ്ക്വയർ 49 ഇവിടെ കൂട്ടാം, ഇവിടെ 49 കൂട്ടാം. അപ്പോൾ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ആവും. അപ്പോൾ എക്സ് പ്ലസ് ഇതിൻ്റെ റൂട്ട് എടുക്കാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 7. ഈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 289. ഇനി നമുക്ക് ഇരുവശത്തും റൂട്ട് എടുത്തിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഞാൻ അത്രയേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വെറും അരമണിക്കൂറാണ് ഈ വീഡിയോസ് നമ്മൾ ആകെ എടുത്തിട്ടുള്ളൂ. ഇത്രയധികം പ്രോബ്ലംസ് നമ്മൾ ചെയ്യുകയും ചെയ്തു കേട്ടോ. ഒരുവിധം പ്രാധാന്യമുണ്ടെന്ന് വിചാരിച്ച പ്രോബ്ലംസാണ് ഞാൻ ഒരുവിധമൊക്കെ ഞാൻ ചെയ്തേക്കുന്നത്. നിങ്ങൾ 1-2 പ്രാവശ്യം ഒന്ന് കാണാനുള്ള സമയമുണ്ട്.